ഈ വഴിയിൽ എവിടെയോ സുഗതൻ എന്ന് പറയുന്ന ഒരാളുടെ വീടുണ്ട്. ഇപ്പൊ ഏതാ വീടറിയില്ല. സുഗതൻ സുഗതൻ സുഗതനാ സുഗതന അറിയാത്ത ആൾക്കാരുണ്ടോ? അത് ഇങ്ങടല്ല, അത് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അങ്ങട് നടക്കണം. അല്ല ഞാൻ പോണോയ്ക്കാ, അങ്ങടാണ് സുഗതന്റെ വീട്. സുഗതന്റെ വീടിന്റെ തൊട്ടല്ലേ നിന്റെ മോളെ കല്യാണം കഴിച്ച. അറിയില്ല അയ്മുട്ടിയാജിനെ? അറിയില്ലേ അയ്മുട്ടിയാജി? എന്തായി പറയണ അയ്മുട്ടിയാജി ഇവിടെ ഫേമസ് ആണ് അവര്. വെളുത്താട്ട് അയ്മുട്ടിയാജി എന്നാ പറയാ. ഏത് വെളുത്താട്ടിലെ? വെളുത്താട്ടിലെ അയ്മുട്ടിയാജി എന്നാ പറയാ. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ഇവിടൊക്കെ ഈ പ്രദേശമൊക്കെ പാടങ്ങളായിരുന്നു. ആ നെല്ല് കംപ്ലീറ്റ് ഇതിന്റെ കൊയ്ത്തും മെതി നിറച്ച് പണിക്കാരും എത്ര പശുക്കളാർന്ന് വെച്ചിട്ട് അയ്മുട്ടിയാജിന് അവിടെ. അതാ ഗംഭീരാണെന്ന് അവര്. അങ്ങടാണ് നടക്കേണ്ടത്. ഇത് ഇവിടുന്ന് 1.5 കിലോമീറ്റർ അങ്ങടാണ്. നിങ്ങൾ നിന്റെ കൂടെ വരി, ഞാൻ അങ്ങടല്ല പോയി പോണേ. പിന്നെന്താ മുട്ടുരാജിനെ ഈ പ്രദേശത്ത് അറിയാത്ത ആൾക്കാരില്ലേ? അവര് കാലില് ചെരുപ്പ് അല്ല, അത് ചെറുപ്പം മുതലേ ഉള്ളതാ. എന്റെ അത് അങ്ങനെ തന്നെ. ഈ അയ്മുട്ടി ഹാജി എന്ന് പറഞ്ഞാൽ അയ്മുട്ടി ഹാജിർ അവിടെ അന്നത്തെ കാലത്ത് 3 ആനയാണ് മൂപ്പരുടെ വീട്ടിലെ. ഇനിയിപ്പോ എത്ര കണ്ട് നടക്കണം? പിന്നെ അതെത്തിയല്ലോ, അതെത്തി. അപ്പൊ അവരുടെ ഒരു മഹിമ പറഞ്ഞാലില്ലാന്ന് ഞാൻ പറയാ. അത്ര ആൾക്കാരുടെ തീറ്റി പോറ്റിട്ടുള്ള കുടുംബാണത്. അപ്പോ ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ സുഗതന്റെ വീട്. ഇതോ? ഇതാണ് നിങ്ങൾ അന്വേഷിച്ച തഹസിൽദാർ സുഗതന്റെ വീട്. 1-ാം തരം വീടല്ലേ, പഴയ കാലത്ത് വന്നിട്ടാണ്. എന്റെ പൊന്ന് കാക്ക, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? എന്താണ് ഇത്? ഏത് സുഗതൻ? ഞാൻ ചോദിച്ചത് ഏത് സുഗതൻ? റബ്ബുലാലമീനായ തമ്പുരാനെ ഞാൻ ഇപ്പൊ സഹായിച്ചത് ഇപ്പൊ അതിലും വലിയ അടങ്ങണായോ? ഞാനപ്പം നിങ്ങളെ ഏത് സുഗതനെയാന്ന് എന്നോട് പറയണ്ടേ? സുഗതൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് ഇവിടെ അറിയപ്പെടുന്ന ഒരു സുഗതൻ. ഇനിയിപ്പോ ഈ വഴി മുഴുവനും ഞാൻ അങ്ങോട്ട് നടക്കണ്ടേ? അപ്പൊ ഇതല്ലേ എന്നാ വേറൊരു സുഗതൻ കാണിച്ചേ. വേറെ ഏത് സുഗതനെ കാണിച്ചാൽ എനിക്ക്? അല്ല, ഇക്കറിയണ സുഗതനെ കാണിച്ചാരാ? അല്ലെങ്കിൽ നിങ്ങൾ പറയണ്ട എന്നെ സുഗതനാന്ന്. എങ്ങനെ സുഗതൻ എന്താ പണി? എന്നാ ശരി, വലിയ ഉപകാരം. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാൻ നിങ്ങളെ സഹായിക്കാനേ ഞാൻ പയച്ചിട്ടല്ലേ. ഹലോ ഹലോ, ആരാണ്? ഇറച്ചിയോ? ചന്തയിലെ ഇറച്ചിയോ? മുട്ടനാറിന്റെ ഇറച്ചിയില്ലേ? അത് അന്റെ വാപ്പാടെ നെഞ്ഞത്തുനിന്ന് അരിഞ്ഞെടുത്താണ് കേട്ടോ. മുട്ടനാറിന്റെ ഇറച്ചി എന്റെ അടുത്ത് ചോദിക്കണ്ട. ഹംക കള്ള ഹിമാറേ, ഇവിടെ ഒരു മനസ്സ് വായി അറിയാൻ. അതെ നിക്ക്, അല്ലാതെ ഞാൻ കാണിച്ചതാ. നിക്ക്, എന്താപ്പത്? മണ്ണുകെട്ടിന്റെ അമ്മേനെ ഞാൻ ആശുപത്രി കൊണ്ടു. എടാ, അതെ, ഇത് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറയണ്ടായിരുന്നു. ഞാൻ പോയാലേ ശരിയാവും. നീ പോയി കാശ് മേടിക്ക്. എന്റെ മാനുമായിട്ട് ഇപ്പിക്ക് എന്റെ തുള്ളു പറഞ്ഞു. ഞാൻ തുള്ളു. അല്ല, കള്ള പിടിച്ചിട്ട് നീ ഉണ്ടായി അങ്ങനെ. പക്ഷെ പൈസ ഞാൻ മേടിക്കൂല. എന്താടാ മായ നീ ഇങ്ങനെ സംസാരിക്കല്ലേ? അപ്പളേ അമ്മേനെ നീ കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോവാം. ഓ ഉണ്ണേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായി. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാചകത്തിലൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പോക്കും. 15-ാം തീയതി പരിപാടി നമുക്ക് പൊളിക്കണം. അതല്ലടാ, അടിപൊളിയാക്കണം. നിന്റെ ഒലത്തുണ്ടല്ലോ, ഈ പടത്തില്ലേടാ, ഭയങ്കര അഭിപ്രായമുള്ള കേട്ടോ. സത്യം പറഞ്ഞ എനിക്ക് പുറക്കാതെ പോയ എന്റെ അനിയനാണിത്. ഒരു സഹായം ചെയ്യണം. അയ്യോ, ഒന്നുമില്ലല്ലോ പിതാവേ, പാവിയാ ഞങ്ങൾ കല്ലെറിഞ്ഞു. അല്ല, അതെ ചേട്ടാ, എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുത് ഞങ്ങളെടുത്ത് അടിച്ച് പൈസ എല്ലാം തീർന്നു. നാളെ ഇതുവഴി വരുമെങ്കിൽ എന്തെങ്കിലും തരാം. ഈ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം തന്നെയല്ലേ? ഓ, വട്ടപ്പാറ എന്ന് പറയുമ്പോ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലും വട്ടപ്പാറയാണ്. ഇതും വട്ടപ്പാറയാണ്, ഇതും വട്ടപ്പാറയാണ്, ഇതും വട്ടപ്പാറയാണ്. ഇങ്ങോട്ട് നിന്നാ ഇതും വട്ടപ്പാറയാണ്. ഒരാളെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. വട്ടപ്പാറയിലെ എവിടെ? വട്ടപ്പാറയിലെ എവിടെയാണ് കൃത്യം സ്ഥലം എന്ന് എനിക്കറിയില്ല. ആരെ? സുഗതൻ എന്നാണ് ആളുടെ പേര്. സുഗതൻ? അതെ. ഈ ഓപ്ഷൻ എ മാവുമൂട് സുഗതൻ, ഓപ്ഷൻ ബി പ്ലാവുമൂട് സുഗതൻ, ഓപ്ഷൻ ഡി തേക്കുമൂട് സുഗതൻ, ഓപ്ഷൻ ഇ അയലമൂട് സുഗതൻ. ഇതിൽ ഏത് സുഗതനാണെന്ന് പറഞ്ഞാൽ പറയാം.
അതിപ്പോ ഈ സ്ഥലം എവിടെയാന്നുള്ളത് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല, അതാണ്. ആൾ എന്ത് ചെയ്യുന്നു? ആള് പിന്നെ ഡ്രൈവറാണ്. ഓ, ഈ 4 സൂതന്മാരും ഡ്രൈവറാണ്, അതെനിക്കറിയാം. ഇയാള് പിന്നെ ഈ മറ്റേ ലോറി ഡ്രൈവറാ. അപ്പം മന്മേട്ട ഓപ്ഷൻ ബി മാവോട്ട് സുഗതൻ. അങ്ങനെ മാവൂട് സൂതനാണെങ്കിൽ ഇവിടുന്ന് നേരെ പോവാ. നേരെ പോയി ഒരു 500 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് തിരിയാ. ലെഫ്റ്റ് തിരിഞ്ഞാല് അവിടുന്ന് നെല്ലെ ഒരു 50 മീറ്റർ മുമ്പോട്ടാവുമ്പോ ഇത് മണ്ടത്തരം പറയുന്നു മന്മേട്ട. എന്തിന് ഐഡിയെല്ലാം പോകേണ്ട ആവശ്യം? പിന്നെ മനുഷ്യൻ വെറുതെ പോകേണ്ട ആവശ്യമുണ്ടാ? പിന്നെ എങ്ങനെ പോവും? ഒന്നും പോകണ്ട. ഇതിലേ പോയിട്ട് നമ്മൾ ഭാസ്കരേട്ടന്റെ വീടിന്റെ കയ്യാല കേറി തുള്ളിയിട്ട് അതിന്റെ തൊട്ടപ്പുറം പോയി കഴിഞ്ഞാല് ഇങ്ങോട്ട് വെക്ക്, ഒരു കുളമുണ്ട്. ആ കുളത്തില് എല്ലാം കുളമാക്ക. അതെ, കുളത്തിന്റെ അവിടെ ഇപ്പൊ മതില് വരുന്നുണ്ടല്ലോ മന്മേട്ട പറയുന്നത്. കുളത്തുനിന്ന് കേറി തുള്ളി ഇപ്പുറത്തെ സൈഡില് പോയിട്ട് ഒരു മതില്. എന്റെ ഉണ്ണി, ആ മതില് അതിന് കുളത്തിന് മുമ്പായിട്ട് മതില് കെട്ടി അവിടെ. പിന്നെ എങ്ങനെ മതില് കടന്നു പോവും? ഗേറ്റ് ഉണ്ടല്ലോ. ഗേറ്റ് ഉണ്ട്, ഗേറ്റിന് പൂട്ടുണ്ടാ. ആര് പൂട്ട് മേടിച്ചു? പൂട്ടിട്ടു. പൂട്ടിട്ടു. ഞാൻ ഇന്നലെ കണ്ടല്ലേ. എന്ത് വർത്തമാനം പറയാൻ? കളവ് പറഞ്ഞു. നീ നിന്റെ ഉടായിപ്പിനെ മതിലാടി പോവും. അല്ല, ഞാനങ്ങ് പോയേക്കാം. ഇല്ല, പറഞ്ഞുതരാം. കള്ളു കുടിച്ച് അനാവശ്യം പറയാൻ പാടില്ല. കള്ള് വയറ്റില് നീ ഉണ്ണി, ഞാൻ ആദ്യമായിട്ടല്ല കള്ളു കുടിക്കണം. നീ എന്നെ ആ രീതിയിൽ നീ സംസാരിക്കല ഉണ്ണി. മരുമേട്ട, കേട്ടാ, നീ കളിക്കല്ല മരുമേട്ട.